എന്നിട്ട് 14 എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുന്നതാണ്. ഇതുവരെ ഒരു ഐഡിയയും ഒരു പ്ലാനും കിട്ടിയിട്ടില്ല, എന്ത് ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ കയ്യിൽ മൈക്കിൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയിട്ട് കയ്യിൽ പിന്നെ വെറുതെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തും എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഉണ്ടായത്. ഒന്നാമത് എക്സ്പീരിയൻസും ഇല്ല, പ്ലാനില്ല, ഐഡിയ ഇല്ല, ഒന്നുമില്ല, എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നും അറിയാണ്ട്, ഒരു പ്ലാനും ഇല്ലാണ്ട്. എങ്ങനെയായാലും എല്ലാം പ്ലാനെല്ലാം കിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് തുടങ്ങി വെക്കാമെന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ തുടങ്ങി വെച്ചാൽ ഇത് വർക്കാവുമെന്നുള്ള ചിന്ത വരെ ഉണ്ടായിന് ആദ്യ സമയത്ത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറേ ആലോചിച്ച് കുറേ കാലം വെയിറ്റ് ചെയ്ത് പിന്നെ ഒരു പോയിന്റിലാണ് ഞാനിങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ എന്നെ സ്റ്റോപ്പ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്ന് ബാക്കിയുള്ളവർ ജഡ്ജ് ചെയ്യുമെന്നുള്ള കാര്യം. ആ ഒരു കാര്യമാണ് മെയിനായിട്ട് എൻ്റെ മൈൻഡിലുണ്ടായത്. ഞാനിങ്ങനെല്ലാം ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ, വീഡിയോ എല്ലാം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെങ്ങനെ അത് ജഡ്ജ് ചെയ്യുന്നുള്ള കാര്യം. പിന്നെ അതിലൊരു കാര്യമില്ലാന്ന് മനസ്സിലായി. ബാക്കി ക്രിയേറ്റീവ്സുമായിട്ട് ഞാൻ ഒരുപാട് കമ്പയർ ചെയ്യുന്നു. അവർ അത്രയും ക്വാളിറ്റിയിൽ ചെയ്യുമ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ചെയ്താൽ അത് എത്രമാത്രം നല്ലതായിരിക്കും എന്നുള്ള സാധനം ഒരുപാട് ആലോചിച്ചു ആ ഒരു സാധനം. പിന്നെ അതും ഒരു പോയിന്റ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. ബാക്കിയുള്ളവർ ചെയ്യുന്നത് നോക്കിയിട്ട് അതുപോലെ അത്ര ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ നോക്കിയാൽ അതിലൊരു കാര്യമില്ല. നമുക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, അതിപ്പോൾ നല്ലതാണോ മോശമാണോ വട്ടെവർ, ജസ്റ്റ് ചെയ്ത് നോക്കുക, അത് പോസ്റ്റ് ചെയ്ത് നോക്കുക. അതിപ്പോൾ ആൾക്കാർ കണ്ടാലും ഇല്ലെങ്കിലും ആ സ്റ്റാർട്ട് കിട്ടിയാൽ നമുക്കൊരു പുഷ് കിട്ടും, ബാക്കി ചെയ്യാൻ പറ്റുന്നില്ല തോന്നൽ കിട്ടും. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണ്. പിന്നെ അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് ടു ഫീൽ റെഡി. നമ്മൾ റെഡിയായിട്ട് ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് വെച്ച് നിന്നാൽ നമ്മൾ കാത്ത് നിൽക്കേ ഉണ്ടാവുള്ളൂ. ഒരു റെഡി എന്ന് പറഞ്ഞ സാധനം നമ്മളെ മൈൻഡ് നമുക്ക് ഒരിക്കലും തരില്ല. അപ്പോൾ നിങ്ങൾ റെഡി ആയിട്ടില്ലെങ്കിലും, നിങ്ങളുടെ കോൺഫിഡൻസ് ആയിട്ടില്ലെങ്കിലും, നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ നടന്നോളൂ. ആ ഒരു റെഡി എന്നുള്ള കാര്യം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കട്ടനാണ് കേട്ടോ. പിന്നെ ക്വാളിറ്റീനെ കുറിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്യൽ. ക്വാളിറ്റി ഇല്ലല്ലോ, ക്വാളിറ്റിയിൽ ചെയ്യണ്ടേ. ഒരു വീഡിയോ ഒക്കെ വേണ്ട ബേസിക് ക്വാളിറ്റി പറഞ്ഞാൽ ഓഡിയോ ആണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് തന്നെ മൈക്കില്ലാണ്ട് എൻ്റെ ഫോണിൽ മൈക്ക് വെച്ച് ചെയ്യുന്നതാണ്. കയ്യിൽ മൈക്കില്ലാന്നല്ല, ഇതിന് തന്നെ വോയിസ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ക്വാളിറ്റിനെ കുറിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്യേണ്ടതെന്നാണ് പറയാനില്ലേ. ആദ്യം ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഇല്ല ഡിവൈസ്, ഇല്ല ഗാഡ്ജറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ പോവാം. ഞാനിപ്പം ചെയ്യുന്ന വീഡിയോ തന്നെ ഒരു ക്വാളിറ്റി ഇല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ള വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഫോണിൽ ചെയ്യുന്ന വീഡിയോ ആണ് ഇതെല്ലാം. ക്വാളിറ്റി ഇല്ല എന്നൊക്കെ നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഞാൻ ബെറ്റർ ആക്കും, ഇമ്പ്രൂവ് ആക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മൈൻഡ് മാത്രമേ ഉണ്ടായിട്ടു. ആൻഡ് ഓരോ വീഡിയോയിലും എൻ്റെ ക്യാമറ ഷൈനസ്സും അതും ഇതെല്ലാം ബെറ്ററായി വരുന്നുണ്ട് എന്നുള്ള ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് തന്നെ ബോധ്യമുണ്ട്. അപ്പം അത് നിങ്ങൾക്കും മനസ്സിലാവും ചെയ്തുകൊണ്ടെന്നാൽ. നിങ്ങൾ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ ആലോചിച്ച് ഒരു സ്റ്റക്കായ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റക്കായ പോലെ ഉള്ള സാധനം മാറണം എന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ക്യാമറ ഓണാക്കി ഒരു റാൻഡമായിട്ട് എന്തെല്ലോ പറഞ്ഞത് പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ ഈ കംഫർട്ടായിട്ട്, അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നാൽ ഇതും ഉണ്ടാവില്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ആവും. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല.
എൻ്റെ എക്സ്പീരിയൻസിൽ വെച്ച് പറയുന്നതാണ്. ഇത് പറയുമ്പോൾ എനിക്കാകെ 167 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അധികം ആരും എൻ്റെ വീഡിയോസ് കാണുന്നില്ല. കാണുന്നവരെന്നെ ഒരു 10-35 സെക്കൻഡ് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ്. സോ ഫേമസ് ആവണം എന്നില്ല ഒരു സാധനം വെച്ചുകൊണ്ട് നിങ്ങൾ തുടങ്ങാൻ നിൽക്കുക. നിങ്ങളെ ലൈഫ്, നിങ്ങളെ തോട്ട്സ് അത് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് വെച്ച് തുടങ്ങുക. ബാക്കി താനെ വന്നോളും എന്നാണ് എൻ്റെ ഒരു തോട്ട്. ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ ആദ്യം ചെയ്യുന്നതെല്ലാം മണ്ടത്തരങ്ങളായിരിക്കും, എല്ലാം പൊട്ടത്തരങ്ങളായിരിക്കും. പക്ഷെ എന്നാലും ചെയ്യുക, ഇത് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുകയൊന്നും വേണ്ട ആയിരിക്കും, നിങ്ങൾക്ക് അറിയുന്ന ഒരാൾക്കും ഷെയർ ചെയ്യേണ്ട. ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒരാൾക്കും ഈ ഒരു ചാനലിൻ്റെ കാര്യം അറിയില്ല. ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് ഗ്രോ ചെയ്ത് വരിക. മിസ്റ്റേക്സ് എല്ലാം ഒരുപാട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേ മാറും. മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തോൽവിയായിട്ട് കാണാണ്ട് അതൊരു ഡാറ്റ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെയും പെർമിഷൻ വേണ്ട. നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആവണം എന്നില്ല. നിങ്ങൾക്ക് ആകെ വേണ്ടത് അത് തുടങ്ങി വെക്കുക എന്നുള്ള സാധനം മാത്രമേ വേണ്ടൂ. വളരെ ലോ ക്വാളിറ്റി ആണെങ്കിലും തുടങ്ങി വെക്കുക. ബാക്കി നിങ്ങൾ തന്നെ പഠിച്ച് ഇമ്പ്രൂവ് ആയിക്കോളൂ. അപ്പോൾ ദിസ് ഈസ് മൈ ഡേ 14. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്നറിയില്ല. ഞാനിപ്പോഴും പഠിക്കുകയാണ്, ഞാനിപ്പോഴും എക്സ്പീരിയൻസ് ഉണ്ടാക്കിയാണ്. ഇതും പെർഫെക്റ്റ് അല്ല എനിക്കറിയാം. സോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഇതുവരെ കണ്ടവരുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യുക കമൻറ്റിലൂടെ എല്ലാം. അപ്പോൾ ദിസ് ഈസ് ഡേ 14. ബൈ.